തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം നാളെ ആരംഭിക്കും. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14-ന് അവസാനിക്കും. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച തിരക്കിട്ട ചർച്ചകളിലാണ് LDFും UDFും BJPയും അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ. പ്രതീക്ഷിച്ചതിലും മുമ്പേ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വന്നതോടെ രാഷ്ട്രീയ കക്ഷികളെല്ലാം നെട്ടോട്ടത്തിലാണ്. അനുയോജ്യമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയെന്ന കടമ്പയാണ് പല കക്ഷികൾക്കും വെല്ലുവിളി ഉയർത്തുന്നത്. പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണയം ആരംഭിക്കാനിരിക്കെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ ആരംഭിക്കും. ഈ മാസം 14 വരെ സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിക്കാം. ചെറുതും വലുതുമായ കക്ഷികൾക്കുള്ള സീറ്റ് വിഹിതം വയ്ക്കൽ പോലും പല മുന്നണികളിലും നടത്തിയിട്ടില്ല. എന്നാൽ സീറ്റ് വിഭജന കാര്യത്തിൽ സംസ്ഥാനത്തുടനീളം ഏറെക്കുറെ ധാരണയായെന്നാണ് ഇടതുമുന്നണി അവകാശപ്പെടുന്നത്. ജില്ലകൾ അടിസ്ഥാനമാക്കിയുള്ള കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തുമടക്കം പ്രകടന പത്രിക പുറത്തിറക്കാൻ LDFിന് കഴിഞ്ഞിട്ടുണ്ട്. വാർഡുതല കൺവെൻഷനുകൾ വിളിച്ചുകൂട്ടുന്നതിലും ഇടതുമുന്നണി ഒരു പടി മുന്നിലാണ്. UDFിൽ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റികൾ രൂപപ്പെടുന്നതേയുള്ളൂ. DCC നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റികളെ KPCC ഭേദഗതികളില്ലാതെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ലീഗും RSPയും വീരേന്ദ്രകുമാർ വിഭാഗവും ഒക്കെ ഉയർത്തുന്ന അവകാശവാദങ്ങൾ UDFിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയായെന്ന് അവകാശപ്പെടുന്ന BJP SNDPയുമായി ഉണ്ടാക്കിയ ധാരണ സംബന്ധിച്ച് ആശയക്കുഴപ്പത്തിലാണ്. നവംബർ 2, 5 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ്. വിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിൽ മൂന്നാം മുന്നണിയല്ല ഇടതുപക്ഷമാണ് മുഖ്യ ശത്രുവെന്ന് AK ആന്റണി പറഞ്ഞു. വിഭാഗീയതയ്ക്ക് കേരളം കൂട്ടുനിന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് SNDPക്ക് മൂന്നാം മുന്നണി എന്ന പദം ഉപേക്ഷിക്കേണ്ടി വന്നതെന്ന് സുധീരനും പറഞ്ഞു. കൊച്ചിയിൽ UDF കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു മൂവരും. കൺവെൻഷനിൽ UDF പ്രകടന പത്രിക പുറത്തിറക്കി. വികസിത കേരളം, ദാരിദ്ര്യരഹിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് UDF പ്രകടന പത്രിക പുറത്തിറക്കിയത്. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മാനിഫെസ്റ്റോ പുറത്തിറക്കി. കേരളത്തിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPക്കും RSSനുമെതിരെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ നിശ്ചിത നിലപാട് വ്യക്തമാക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ആരുടെയും വിമർശനങ്ങൾ ഒരു പരിധിക്കപ്പുറം പോയില്ല. ഇന്നത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ് മുഖ്യ അജണ്ടയായി മാറിയിരിക്കുന്നു. ആ കാറ്റ് കേരളത്തിലേക്കും ഇളങ്കാറ്റായി വീശാൻ തുടങ്ങിയിട്ടുണ്ട്. അരുവിക്കരയിലെ കട്ടിൽ കണ്ട് ഇനിയും പനിക്കണ്ടെന്നാണ് എനിക്ക് BJPയോട് പറയാനുള്ളത്. അരുവിക്കരയിൽ അന്ന് പല കാരണങ്ങളാൽ രാജഗോപാലിന് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടി. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ അരുവിക്കരയേക്കാൾ പരമദയനീയമായ തോന്നിയായിരിക്കും BJPയുടെ കൂട്ടുപിടിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകാൻ പോകുന്നത്. ഈ ഇലക്ഷനിലെ മുഖ്യ മത്സരം അവരുമായിട്ടല്ല, മൂന്നാം മുന്നണിയുമായിട്ടല്ല. നമ്മുടെ കടുത്ത മത്സരം നേരിടേണ്ടി വരുന്നത് പുതിയ വേഷത്തിൽ, പുതിയ ആടയാഭരണങ്ങൾ അണിഞ്ഞ് ജനകീയ കൂട്ടായ്മ, ജനകീയ സദസ്സുകൾ കൂടി പുറത്തു വരാൻ പോകുന്ന ഇടതുപക്ഷ മുന്നണി തന്നെയാണ്. KPCC പ്രസിഡന്റ് VM സുധീരൻ മാത്രമാണ് അമിത്ഷായുടെയും മറ്റും ചെയ്തികൾ അക്കമിട്ട് നിരത്തി വിമർശിച്ചത്. UDF കൺവീനർ PP തങ്കച്ചൻ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, മറ്റു മന്ത്രിമാർ, UDF MPമാർ, MLAമാർ, മറ്റ് നേതാക്കൾ എന്നിവരും കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളവർമ്മ കോളേജിൽ ബിഫെസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികളെ അനുകൂലിച്ച് അധ്യാപികയ്ക്കെതിരെ അന്വേഷണം. പരസ്യ പ്രതികരണം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ പ്രിൻസിപ്പലിന് നിർദ്ദേശം നൽകിയതായും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ. കേരളവർമ്മ കോളേജിൽ മാംസാഹാരത്തിന് വിലക്കുള്ളതായി കോളേജ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. UP സംഭവത്തിൽ പ്രതിഷേധിച്ച് ക്യാമ്പസിൽ ബിഫെസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികളെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പ്രതികരിച്ചതിനാണ് അധ്യാപിക ദീപാ നിഷാദിനെതിരെ അന്വേഷണം നടത്തുന്നത്. അച്ചടക്ക ലംഘനം നടത്തിയ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി നടത്തിയ പരസ്യ പ്രതികരണം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായരുടെ പ്രതികരണം. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രിൻസിപ്പലിന് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രിൻസിപ്പാളിനോട് ചോദിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും. മത്സ്യമാംസാദികൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമമുള്ളതാണ്. മുമ്പ് ബിഫെസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിനെ ന്യായീകരിച്ച കോളേജ് അധികൃതർ രംഗത്തെത്തിയിരുന്നു. ക്യാമ്പസിൽ മാംസാഹാരങ്ങൾ ഉപയോഗിക്കുന്ന പതിവില്ലെന്നും ഇതിന്റെ ലംഘനമാണ് പ്രതിഷേധക്കാർ നടത്തിയതെന്നും പ്രിൻസിപ്പൽ CM ലത വ്യക്തമാക്കി. കോളേജിലെ പബ്ലിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിൽ, ഔപചാരികമായ ഫംഗ്ഷൻസിൽ നമ്മൾ നോൺ വെജ് സെർവ് ചെയ്യാറില്ല. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തോട് ആശയപരമായി പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അധ്യാപികയ്ക്കെതിരെ കരുനീക്കം നടത്തുന്നതിനെതിരെ VT ബൽറാം MLA രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് അന്വേഷണം നടത്താൻ ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകിയത്. സംഭവവുമായി അധ്യാപികയെ ബന്ധിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ കോളേജ് സ്റ്റാഫ് കൗൺസിൽ പ്രതിഷേധമറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംഘപരിവാറിനെതിരെ പ്രതികരിച്ച തൃശൂർ കേരളവർമ്മ കോളേജിലെ അധ്യാപിക ദീപാ നിഷാന്തിന് സമൂഹ മാധ്യമങ്ങളുടെ പിന്തുണ.
ദീപയുടെ സുഹൃത്തുക്കളും ശിഷ്യരും ചേർന്ന് ഫേസ്ബുക്കിൽ ആരംഭിച്ച സപ്പോർട്ട് ദീപ ക്യാമ്പയിനെ പിന്തുണച്ച് ആയിരങ്ങളാണ് രംഗത്തെത്തിയത്. ഉത്തർപ്രദേശിലെ ദാദ്രി കൊലപാതകത്തിൽ പ്രതിഷേധിച്ചും സംഘപരിവാർ അജണ്ടകൾ തുറന്നു കാണിച്ചും തൃശൂർ കേരളവർമ്മ കോളേജിൽ SFI സംഘടിപ്പിച്ച ബീഫ് ഫെസ്റ്റിവലിനെ അനുകൂലിച്ച് പോസ്റ്റിട്ട അധ്യാപിക ദീപ നിശാന്തിനെതിരെയുള്ള നീക്കത്തിനെതിരെ നവമാധ്യമങ്ങളിൽ പ്രതിഷേധം അലയടിച്ചുയരുകയാണ്. അനിവാര്യമായ പ്രതിഷേധത്തിനൊപ്പം നിന്ന ദീപ നിശാന്തിനെ പിന്തുണച്ച് ഫേസ്ബുക്കിൽ ആയിരക്കണക്കിന് പോസ്റ്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. ദീപ നിശാന്തിനോട് വിശദീകരണം തേടിയ ദേവസ്വം ബോർഡ് മാനേജ്മെന്റിനെയും നവമാധ്യമങ്ങൾ വെറുതെ വിടുന്നില്ല. ദീപയെ ലക്ഷ്യം വെക്കുന്നത് സംഘപരിവാറിന്റെ സ്ത്രീവിരുദ്ധതയ്ക്ക് തെളിവാണെന്ന് മുന്നുദാഹരണങ്ങൾ വിശദീകരിച്ച് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ദീപ നിശാന്തിന്റെ ശിഷ്യരും സോഷ്യൽ മീഡിയയിലെ അവരുടെ സുഹൃത്തുക്കളും തുടങ്ങിവെച്ച ക്യാമ്പയിനാണ് ഇപ്പോൾ സമൂഹത്തിന്റെ നിരവധി മേഖലയിലുള്ളവർ ഏറ്റെടുത്തിരിക്കുന്നത്. വിനാശകരമായ സംഘപരിവാർ അജണ്ട തുറന്നുകാട്ടാൻ നവമാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉയർന്നു വരണമെന്നാണ് ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരി നയൻതാര സെഹ്ഗാൾ തിരിച്ചു നൽകും. രാജ്യത്ത് വർദ്ധിക്കുന്ന ഹിന്ദുത്വ ഭീകരതയിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരെ വരെ വേട്ടയാടുന്നതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയാണ് നടപടി. നാനാത്വത്തിൽ ഏകത്വം പുലരുന്ന രാജ്യത്ത് വിയോജനത്തിനുള്ള അവസരം പോലും നിഷേധിക്കുന്നതാണ് ഹിന്ദുത്വ ശക്തികളുടെ നടപടിയെന്ന് നയൻതാര സെഹ്ഗാൾ കുറ്റപ്പെടുത്തുന്നു. കേരളത്തിൽ ബീഫ് നിരോധിക്കാൻ കേരള സർക്കാരിന് ധൈര്യമുണ്ടോ എന്ന് കേന്ദ്രം. കേരളം ഉൾപ്പെടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് കത്തയക്കുമെന്ന് കേന്ദ്ര കൃഷി സഹമന്ത്രി സഞ്ജീവ് ബലിയാൻ പറഞ്ഞു. അതേസമയം ദാദ്രയിലെ കൊലപാതകത്തെക്കുറിച്ച് UP സർക്കാർ കേന്ദ്രത്തിന് നൽകിയ റിപ്പോർട്ടിൽ കൊലപാതക കാരണം മറച്ചുവെച്ചു. ബാർ കോഴക്കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി K ബാബുവിനെതിരെ നടത്തിയ അന്വേഷണത്തിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ ലോകായുക്തയുടെ ഉത്തരവ്. ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ ബാർ ഉടമകളിൽ നിന്നും 10 കോടി രൂപ കോഴ വാങ്ങിയെന്ന ബിജു രമേശിന്റെ 164 പ്രകാരമുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ബാബുവിനെതിരെ ത്വരിതാന്വേഷണം നടത്തിയത്. എന്നാൽ K ബാബുവിനെതിരെ മതിയായ തെളിവുകളില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത് വിവരാവകാശ പ്രവർത്തകൻ ഖാലിദ് മുണ്ടപ്പള്ളി നൽകിയ ഹർജി പരിഗണിച്ചാണ് ലോകായുക്തയുടെ ഉത്തരവ്. മാണിക്കെതിരെയുള്ള ഹർജിയിൽ നിർണായക സാക്ഷിയായ ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ മൊഴിപ്പകർപ്പ് ഹാജരാക്കാനും ലോകായുക്ത ഉത്തരവിട്ടു. തോട്ടം തൊഴിലാളികളുടെ സമരം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തോട്ടം ഉടമകൾക്ക് സർക്കാർ ഒത്താശ ചെയ്യുകയാണ്. ഇത് തൊഴിലാളികളോടുള്ള വെല്ലുവിളിയാണെന്നും മിനിമം വേതനം 500 രൂപയാക്കുന്നതുവരെ തോട്ടം തൊഴിലാളികളുടെ സമരത്തിന് പിന്തുണ നൽകുമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിലെ 3 ലക്ഷം തോട്ടം തൊഴിലാളികൾ കരയിറക്കി ഒരാഴ്ച പിന്നിട്ടിട്ടും ഉമ്മൻചാണ്ടി സർക്കാർ ഉറക്കം നടിക്കുകയാണ് ചെയ്യുന്നത്. തോട്ടം ഉടമസ്ഥന്മാർക്ക് അനുകൂലമായ സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. തോട്ടം തൊഴിലാളിമാരെ സംരക്ഷിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാട് ഈ കേരളത്തിലെ തൊഴിലാളി വർഗത്തിനെതിരായിട്ടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് സമരരംഗത്ത് ഉറച്ചു നിൽക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് അവർ എത്ര ദിവസം തൊഴിൽ സമരത്തിൽ ഉറച്ചു നിന്നാലും മിനിമം കൂടി 500 രൂപയായി പ്രഖ്യാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ അവർക്കൊപ്പം തന്നെ ഉണ്ടാവും. PLC യോഗത്തിലുള്ള സർക്കാരിന്റെ നാടകം കളി തുടർന്നാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ തോട്ടം തൊഴിലാളികൾ സമരം സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് മാറ്റുന്ന കാര്യം ആലോചിക്കുമെന്ന് CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീമും പറഞ്ഞു. സംയുക്ത ട്രേഡ് യൂണിയന്റെ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ മൂന്നാറിലെത്തിയതായിരുന്നു ഇരുവരും. പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കാതെ സർക്കാർ കമ്പനി ഉടമകളുമായി ചേർന്ന് നാടകം കളിക്കുകയാണെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ ആരോപിച്ചു. പെമ്പിളെ ഒരുമയെ കൂട്ടുപിടിച്ച് സമരം പൊളിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാരും കമ്പനികളും നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവരും യോജിച്ച് തന്നെയാണ് സമരം ചെയ്യേണ്ടത്. പക്ഷേ ബോധപൂർവമായ അപ്പുറത്തെ ഒരു സമരം, ആ സമരത്തിനെ പോലീസ് അതുപോലെ സർക്കാർ ഒരു പ്രത്യേക രീതിയിൽ ഇത് നടത്തുന്നു. അതിൻ്റെ അർത്ഥം ആ വിഭാഗത്തിന് പ്രത്യേക ആനുകൂല്യം കൊടുത്തു എന്നുള്ളതല്ല. അവരെ കയ്യിലെടുത്ത് സമരത്തെ ഭിന്നിപ്പിക്കാനുള്ള തോട്ടം ഉടമകളുടെയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെയും ആ നടപടിയാണ്, ഗൂഢലക്ഷ്യമാണ് അവർ മാറി നിന്നൊരു സമരം ചെയ്യുന്നത്. ഇന്നലെ ഒരു നാടകം ഇക്കാര്യത്തിൽ നടത്തുകയാണെന്ന് തോന്നുന്നു. അതിൻ്റെ അന്തർനാടകം എന്തായാലും ഒരു നാടകം അവതരിപ്പിക്കുന്ന രീതിയിലാണ്. ആ ചർച്ചയ്ക്ക് ശേഷം ഒരു കാര്യവും തീരുമാനിക്കാതെ വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ മറവിൽ സംസ്ഥാനത്ത് നടന്നുവരുന്ന തോട്ടം തൊഴിലാളികളുടെ സമരം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും വേണ്ടി വന്നാൽ മന്ത്രിമാരെ വഴിയിൽ തടയുന്നതടക്കമുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്നും CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു.
ഗവൺമെന്റ് ഒരു പൂർണ്ണ മധ്യസ്ഥന്റെ റോൾ എടുത്താൽ പോരാ. കാരണം തൊഴിലാളികളുടെ പക്ഷത്ത് നിൽക്കണം ഗവൺമെന്റ്, എന്നിട്ട് പ്രശ്നം തീർക്കാൻ നോക്കണം. ഗവൺമെന്റ് മാനേജ്മെന്റിന്റെ പ്രയാസം തൊഴിലാളി നേതാക്കന്മാരോട് വിശദീകരിച്ചുകൊണ്ടിരുന്ന പ്രശ്നം തീരില്ല. തോട്ടം മാനേജ്മെന്റുകൾ അപരിഷ്കൃത നിലപാടെടുക്കുന്നത്. ഈ തോട്ടം മാനേജ്മെന്റ് ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വാദഗതികളാണ് തൊഴിലാളികൾക്കെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്ന കാര്യം ഞങ്ങളുടെ ആലോചനയിലുണ്ട്. അതുകൂടാതെ കുറച്ചുകൂടി ശക്തമായ പ്രക്ഷോഭ പരിപാടികളെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നതുകൊണ്ട് ഇത് ശ്രദ്ധിക്കാതെ പോകുമെന്ന് ഗവൺമെന്റ് കരുതണ്ട. തെരഞ്ഞെടുപ്പിന്റെ വഴിക്ക് നടക്കും, സമരത്തിന്റെ വഴിക്ക് നടക്കും. അതുകൊണ്ട് ഗവൺമെന്റ് ഗൗരവമായി പ്രശ്നത്തെ കാണണം. മൂന്നാറിലെ സമരം ശക്തമായ വേളയിൽ ബുധനാഴ്ച ചേരുന്ന PLC യോഗത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ട്രേഡ് യൂണിയനും പെമ്പിളെ ഒരുമയും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കഴിഞ്ഞ 1 വർഷമായി 1.5 വയസ്സുള്ള മകളെ കാത്തു കഴിയുകയാണ് ഇരിട്ടി കീഴ്പള്ളിയിലെ ഫാത്തിമ ഷുഹൈൽ ദമ്പതികൾ. വീട്ടിൽ ചായ കുടിച്ചിരിക്കവെയാണ് ഇവരുടെ മകൾ ദിയയെ കാണാതായത്. 2014 പെരുന്നാൾ കഴിഞ്ഞ് 2ാം ദിനമാണ് കീഴ്പള്ളിയിലെ ഫാത്തിമ ഷുഹൈൽ ദമ്പതികളുടെ മകൾ ദിയമോളെ നഷ്ടമായത്. രാവിലെ നല്ല മഴയുള്ള ദിവസം കുഞ്ഞിന് ചായ നൽകിയ ശേഷം പാത്രം അടുക്കളയിൽ വെച്ച് ഫാത്തിമ മടങ്ങി വരുമ്പോഴേക്കും കുഞ്ഞ് കസേരയിലില്ലായിരുന്നു. മൂത്ത മകൻ മുഹമ്മദ് സിയാനും ഫാത്തിമയുടെ രക്ഷിതാക്കളും തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്നു. ദിയയുടെ ഉപ്പ ഷുഹൈൽ കുളിമുറിയിലായിരുന്നു. അന്നവളുടെ കുഞ്ഞുകാലുകൾ നന്നായി നിലത്തുറച്ചിരുന്നില്ല. പിച്ച വെച്ച് വേച്ച് വീഴുമായിരുന്ന കുഞ്ഞ് മഴയത്ത് നടന്നു പോകില്ലെന്ന് ഫാത്തിമയ്ക്കറിയാം. 2 വീടുകൾക്കപ്പുറം 100 മീറ്റർ അകലെയുള്ള തോടിലും കുട്ടിക്ക് പോകാനാവില്ല. ഒരമ്മ എപ്പോഴും വേദനിക്കുന്നതല്ല, മക്കളെ കുറിച്ചാണല്ലോ ഒരമ്മമാർക്ക് എപ്പോഴും. ഞാൻ പറയുന്നത് ഇതിൽ കണ്ടു കിട്ടുന്നവർ എത്രയും പെട്ടെന്ന് അറിയിച്ചിട്ട് എൻ്റെ കുട്ടിനെ എൻ്റെ അടുത്തേക്ക് എത്തിക്കണം ഉള്ളതാണ് ഞാൻ അപേക്ഷിക്കുകയാണ് എല്ലാവരും. വിവരമറിഞ്ഞെത്തിയവർ തോടിലായിരുന്നു മകളെ തേടിയത്. പക്ഷെ പോലീസ് നായ വീടിന് പിന്നിലെ റബ്ബർ തോട്ടത്തിലൂടെ കടന്ന് മറ്റൊരു വീട് ചുറ്റി നിൽക്കുകയാണ് ചെയ്തത്. കുട്ടിയെ ആരോ തട്ടിയെടുത്തതാണെന്ന് വ്യക്തം. അങ്കമാലിയിലടക്കം കുട്ടിയെ കണ്ടതായി വിവരം ലഭിച്ച് രക്ഷിതാക്കൾ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. പോലീസ് അന്വേഷണം വേണ്ട വിധം നടത്തിയില്ലെന്നും ഫാത്തിമ പറയുന്നു. എങ്ങനെ പോലീസ് അന്വേഷിക്കുന്നുണ്ടോ എങ്ങനെയാന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വിളിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നാ പറയല്. കഴിഞ്ഞ 1.5 വർഷമായി ഫാത്തിമയും കുടുംബവും ദിയമോളെയും കാത്തിരിപ്പാണ്. ദിയമോളെ കണ്ടുകിട്ടുന്നവർ ഈ അമ്മയുടെ കൈകളിലേക്ക് ആ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്കും അപേക്ഷിക്കാനുള്ളത്. കീഴ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ഫേസ്ബുക്ക് അതിന്റെ സ്വന്തം ഉപഗ്രഹം 2016 വിക്ഷേപിക്കും. ഫേസ്ബുക്ക് മേധാവി മാർക്ക് സുക്കർബർഗാണ് ഇക്കാര്യം അറിയിച്ചത്. ഭൂമുഖത്തെ വിദൂര മേഖലകളിൽ സാധാരണക്കാർക്ക് ഇന്റർനെറ്റ് എത്തിക്കാനുള്ള ഫേസ്ബുക്കിന്റെ ബൃഹത് പദ്ധതിയുടെ ഭാഗമാണിത്. ആഫ്രിക്കയിലെ വിദൂര മേഖലകളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കാനാണ് ഫേസ്ബുക്ക് സ്വന്തം കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിന് തയ്യാറെടുക്കുന്നത്. ഫേസ്ബുക്ക് മേധാവി മാർക്ക് സുക്കർബർഗ് തന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഉപഗ്രഹ വിക്ഷേപണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഭൂമുഖത്തെ വിദൂര മേഖലകളിൽ സാധാരണക്കാർക്ക് ഇന്റർനെറ്റ് എത്തിക്കാനുള്ള ഫേസ്ബുക്കിന്റെ ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമാണിത്. വിദൂര ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് എത്തിക്കുകയായിരിക്കും ഫേസ്ബുക്കിന്റെ ആദ്യ സാറ്റലൈറ്റ് ചെയ്യുക. ഫ്രാൻസ് കേന്ദ്രമായുള്ള യൂട്ടിൽസാറ്റിന്റെ പങ്കാളിത്തത്തോടെയാകും ഫേസ്ബുക്ക് കൃത്രിമോപഗ്രഹം വിക്ഷേപിക്കുകയെന്നും സുക്കർബർഗ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. അമോസ് 6 എന്നാണ് ഉപഗ്രഹത്തിന് പേരിടാൻ ഉദ്ദേശിക്കുന്നത്. ഉപഗ്രഹത്തിന്റെ നിർമ്മാണ ചിത്രവും സുക്കർബർഗ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ പരസ്പരം കണക്ട് ചെയ്യുന്ന പ്രവർത്തനം ഞങ്ങൾ തുടരുകയാണെന്ന് സുക്കർബർഗ് പറഞ്ഞു. ഫേസ്ബുക്കിന്റെ വിവാദ പദ്ധതിയായ internet.org ഭാഗമായാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. നെറ്റ് സമത്വം എന്ന ആശയത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന പദ്ധതിയാണ് internet.org എന്ന് വിമർശം ഉയരുന്നതിനിടെയാണ് പുതിയ ഉപഗ്രഹ പദ്ധതിയുമായി ഫേസ്ബുക്ക് എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.